ചക്കട ഹെലികോപ്റ്ററുമായി DGP വീണ്ടും. നമ്മൾ പൊതുജനങ്ങളുടെ സ്വത്ത് കവർന്നെടുക്കുന്ന ഒരു ഹെലികോപ്റ്ററിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കേരളീയരെ കൊള്ളയടിക്കുന്ന ഒരു ഹെലികോപ്റ്റർ. 2021 പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ ഒരു ഹെലികോപ്റ്റർ സംസ്ഥാനത്തിന് ആവശ്യമാണ്, അങ്ങനെ വാടകയ്ക്കെടുക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പോലീസ് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തു. പവൻ ഹൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹെലികോപ്റ്ററാണ് അന്ന് വാടകയ്ക്കെടുത്തത്. പക്ഷേ ടെൻഡർ പിടിക്കാതെ ആ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതോടുകൂടി ആ ഹെലികോപ്റ്റർ ഇടപാട് വലിയ വിവാദത്തിൽ ചെന്നു ചാടി. അതോടുകൂടി ആ ഹെലികോപ്റ്ററിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. ആ ഹെലികോപ്റ്റർ ഇടപാടിൽ സംസ്ഥാന സർക്കാരിനുണ്ടായ ചിലവ് എന്ന് പറയുന്നത് 22,21 ലക്ഷം രൂപയാണ്. എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയില്ല, പോലീസിനും അറിയില്ല. തീർന്നില്ല കഥ. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ വീണ്ടും ഈ ഹെലികോപ്റ്റർ കമ്പം പോലീസിനും പിണറായി വിജയനും തുടങ്ങി. അങ്ങനെ രണ്ടാമത്തെ ഹെലികോപ്റ്റർ ആദ്യത്തെ ഹെലികോപ്റ്ററിന് പറ്റിയ പിഴവ് ഒഴിവാക്കി. അതായത് ടെൻഡർ നടപടി പൂർത്തിയാക്കാതെയാണ്, ടെൻഡർ വിളിക്കാതെയാണ് ആദ്യത്തെ ഹെലികോപ്റ്റർ ഇടപാടെങ്കിൽ രണ്ടാമത്തെ ഹെലികോപ്റ്റർ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് എടുത്ത ഹെലികോപ്റ്ററിന് ടെൻഡർ നടപടി പൂർത്തിയാക്കിയിട്ടാണ് ആ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത്. സ്വകാര്യ കമ്പനിയായ ചിപ്സൺ ഏവിയേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഹെലികോപ്റ്റർ പിണറായി സർക്കാരിന് നൽകിയത്. പ്രതിമാസം 80 ലക്ഷം രൂപ. പ്രതിമാസം 80 ലക്ഷം രൂപ. പറന്നാലും പറന്നില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുത്തേ മതിയാവുകയുള്ളൂ. ഇനി ഒരു മാസം 25 മണിക്കൂർ പറക്കണമെന്നുള്ളതാണ് സ്വകാര്യ കമ്പനിയായിട്ടുള്ള ചിപ്സൺ ഏവിയേഷനും പോലീസും തമ്മിൽ ഉണ്ടാക്കിയ കരാർ. ആ കരാർ പ്രകാരം ഈ 80 ലക്ഷം രൂപ നൽകേണ്ടത് പ്രതിമാസം 25 മണിക്കൂർ തുടർച്ചയായി പറക്കേണ്ടതുണ്ട്. പറന്നില്ലെങ്കിൽ പോലും ഈ 80 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെ പറന്നാലും പറന്നില്ലെങ്കിലും 80 ലക്ഷം രൂപ ഈ ഹെലികോപ്റ്ററിന് വേണ്ടി കൊടുക്കേണ്ടി വരും. 1. 2, അഥവാ ഈ ഹെലികോപ്റ്റർ 25 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിച്ചാൽ ഓരോ മണിക്കൂറിനും, അധികം വരുന്ന ഓരോ മണിക്കൂറിനും 90,000 രൂപ കമ്പനിക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഈ ഹെലികോപ്റ്റർ നമ്മുടെ പൊതുഖജനാവ് കൊള്ളയടിക്കുന്ന ഒരു തുരുമ്പിച്ച ചക്കട ഹെലികോപ്റ്ററായി മാറി. ഇത് 8 തവണ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ഈ ഹെലികോപ്റ്ററിന്റെ ചില ചരിത്രങ്ങൾ കൂടി പറയാം. ആ ഹെലികോപ്റ്റർ വാങ്ങിക്കാൻ ഉണ്ടായിട്ടുള്ള അടിയന്തര സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് കേന്ദ്ര സർക്കാർ മാവോയിസ്റ്റ് വേട്ട ഊർജിതമാക്കിയ സമയത്താണ് ഈ ഹെലികോപ്റ്റർ രണ്ടാമൻ പിണറായി സർക്കാർ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത്. പ്രതിമാസം 80 ലക്ഷം രൂപയ്ക്ക് ചിപ്സൺ ഏവിയേഷൻ കമ്പനിയിൽ നിന്നും ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത്. അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ മാവോയിസ്റ്റ് വേട്ടയാണ്. അന്ന് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുമ്പോൾ മാവോയിസ്റ്റ് വേട്ട ശക്തമായിരുന്ന സമയമാണ്. നമുക്കറിയാമല്ലോ, 6-7 മാവോയിസ്റ്റുകളെ കേരളത്തിൽ തന്നെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് പിണറായി സർക്കാരിന്റെ കാലത്ത്. ആ സമയത്താണ് ഈ ഹെലികോപ്റ്റർ ഈ മാവോയിസ്റ്റ് വേട്ടയുടെ മറവിൽ കേന്ദ്രത്തിൽ നിന്നും പിണറായി സർക്കാർ പോലീസ് വഴി തരപ്പെടുത്തിയത്. 2-3 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. മാവോയിസ്റ്റ് വേട്ടയാണ് പ്രഥമ പരിഗണനയെങ്കിലും 2, പ്രകൃതി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയാണ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് എന്ന് പറയുന്നു. 3-മതായി അടിയന്തര സാഹചര്യങ്ങളിൽ VIP-കൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയപ്പെടുന്നു. 4-മതായി ആരോഗ്യ രക്ഷാപ്രവർത്തനത്തിന്, ഉദാഹരണമായി ഈ ഹൃദയം കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പോകേണ്ടുന്ന അവസരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തതെന്ന് പറയപ്പെടുന്നു. ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് പോലീസ് ഈ ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത്. പ്രതിമാസം 80 ലക്ഷം രൂപയ്ക്ക്. ആദ്യത്തെ പിണറായി സർക്കാരിന്റെ കാലത്തെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തപ്പോൾ എത്ര കോടി രൂപ നഷ്ടമായി? 22,21 ലക്ഷം. ഇപ്പോഴിതാ 5 വർഷത്തെ കരാറാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത്, അതായത് ചിപ്സൺ കമ്പനിയുമായി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ
കരാർ ഓഗസ്റ്റിൽ തീരുകയാണ്, വരുന്ന ഓഗസ്റ്റിൽ തീരുകയാണ്. ഇത് ജൂൺ മാസമാണ്. ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ, അതായത് 10-90 ദിവസം മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ. ആ ശേഷിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ DGP രവട ചന്ദ്രശേഖർ സർക്കാരിനോട് ശുപാർശ ചെയ്തിരിക്കുന്നു, ഈ ഹെലികോപ്റ്റർ ഇടപാട് റദ്ദാക്കാൻ പാടില്ല, തുടരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGP രവട ചന്ദ്രശേഖർ VD സതീശൻ സർക്കാരിന് ശുപാർശ നൽകിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ ചാലക്കുടിയിലാണ് ഇട്ടിരിക്കുന്നത്. കാരണം ചാലക്കുടിയിലാണ് കമ്പനിയുടെ ഒരു പാർക്കിംഗ് സ്റ്റേഷൻ, അവിടെയാണ് ഈ ഹെലികോപ്റ്റർ ഇട്ടിരിക്കുന്നത്. എന്തിനാണ് ഈ ഹെലികോപ്റ്റർ ഇങ്ങനെ 80 ലക്ഷം രൂപ മാസം കൊടുത്ത് അവിടെ ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. രണ്ടാമതായി, ഇപ്പോൾ മാവോയിസ്റ്റ് വേട്ട എന്ന പേരിലാണ് അന്ന് എടുത്തതെന്ന് പറഞ്ഞിരുന്നല്ലോ. കേന്ദ്ര സർക്കാർ ഇപ്പോൾ 75% ഈ ഹെലികോപ്റ്ററിൻ്റെ വാടക ഇനത്തിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അങ്ങനെ കേന്ദ്ര വിഹിതത്തിൻ്റെ ഏതാണ്ട് 3/4 പോലീസിന് കിട്ടാതെയായി. ആ പൈസ കൂടി സംസ്ഥാനം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള മറ്റൊരു വിചിത്രമായ കാര്യം കൂടി ഇവിടെ ഇരിപ്പുണ്ട്. ആ ചാലക്കുടിയിൽ കിടക്കുന്ന, ആർക്കും വേണ്ടാതെ കിടക്കുന്ന ആ ഹെലികോപ്റ്ററിന് വേണ്ടി സർക്കാർ അധികമായി 75% തുക, 80 ലക്ഷം രൂപയുടെ 75% തുക കൂടി സർക്കാർ കണ്ടെത്തേണ്ടിയിരിക്കുന്നുണ്ട്. അങ്ങനെ എന്തിനാണ് ഈ ഹെലികോപ്റ്റർ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഉയരുന്നത്. ഇനി നമ്മൾക്ക് പഴയ സാഹചര്യമാണോ ഇപ്പോൾ നിലവിലുള്ളത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. ഒരു അപകടമുണ്ടായാൽ, ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ, അടിയന്തര സാഹചര്യത്തിൽ ഒരു VIP യാത്ര ചെയ്യേണ്ടി വന്നാൽ, ഒരു ഹൃദയമോ അല്ലെങ്കിൽ കരളോ അടിയന്തരമായിട്ട് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നാൽ ഇഷ്ടംപോലെ ഹെലികോപ്റ്റർ, സ്വകാര്യ ഹെലികോപ്റ്റർ വാടകയ്ക്ക് കൊടുക്കുന്ന കമ്പനികൾ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുണ്ട്. ഫോൺ എടുത്തെന്ന് ഞെക്കിക്കഴിഞ്ഞാൽ 5 മിനിറ്റകം പറന്ന ഹെലികോപ്റ്റർ വരും. അത്തരത്തിലുള്ള 100 കണക്കിന് കമ്പനികൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ഒരു മണിക്കൂറിന് 1-2 ലക്ഷം രൂപ കൊടുത്താൽ മതി. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ 80 ലക്ഷം രൂപ കൊടുത്ത് വെറുതെ ഈ ചാലക്കുടിയിൽ ഈ ഹെലികോപ്റ്റർ ഇട്ട് തുരുമ്പിച്ച് നശിപ്പിക്കുന്നത്. ഇനി സ്വകാര്യ കമ്പനിയുടെ ഹെലികോപ്റ്റർ സേവനം ഇല്ല എന്ന് വെച്ചുകൊള്ളൂ. സർക്കാരിന് നേവിയിൽ നിന്നും എയർഫോഴ്സിൽ നിന്നും ഹെലികോപ്റ്റർ കടമെടുക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കെ എന്തിനാണ് ഈ ചാലക്കുടിയിൽ ഈ തുരുമ്പിച്ച ഹെലികോപ്റ്റർ ഇട്ട് തുരുമ്പിപ്പിക്കുന്നത്? വീണ്ടും 3 വർഷത്തേക്ക് കൂടി 80 ലക്ഷം രൂപ ഈ ചക്കട ഹെലികോപ്റ്ററിന് മുടക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അടുത്ത കാര്യം, ഈ ഹെലികോപ്റ്റർ ഇടപാട് തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ശക്തമായി ഈ ഹെലികോപ്റ്റർ ഇടപാടിനെ എതിർത്തത് കഴിഞ്ഞ UDF പ്രതിപക്ഷത്തിലിരിക്കുമ്പോഴാണ്. VD സതീശനടക്കമുള്ള നേതാക്കൾ ഈ ഹെലികോപ്റ്റർ ഇടപാട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി പ്രതിഷേധിച്ചവരാണ്. UDF ആണിപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. ആ UDFന്റെ സർക്കാരിൻ്റെ മുന്നിലേക്കാണ് വീണ്ടും DGP ഇതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു, ഒരു ശുപാർശ നൽകിയിരിക്കുന്നു. ഈ ഹെലികോപ്റ്റർ സേവനം ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല, 3 വർഷത്തേക്ക് കൂടി നീട്ടണം. 80 ലക്ഷം രൂപ പ്രതിമാസം നമ്മുടെ പൊതുഖജനാവിൽ നിന്നും കട്ടുമുടിക്കുന്ന ഈ ഹെലികോപ്റ്റർ എന്തിനാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത സ്വകാര്യ ഹെലികോപ്റ്റർ സർവീസുകൾ, നേവിയുടെയും എയർഫോഴ്സിൻ്റെയും അടക്കമുള്ള ഹെലികോപ്റ്ററുകൾ നമ്മളുടെ തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനൊരു ഹെലികോപ്റ്റർ ചാലക്കുടിയിലിട്ട് തുരുമ്പിപ്പിച്ച് മാസം 80 ലക്ഷം രൂപ കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ഉത്തരം പറയാൻ ഇവിടുത്തെ സർക്കാർ ബാധ്യസ്ഥമാണ്. എന്തിനാണ് ഇത്തരമൊരു ശുപാർശ വീണ്ടും നൽകിയതെന്ന് ഉത്തരം പറയാൻ DGP ബാധ്യസ്ഥമാണ്. DGP പഴയ കാര്യങ്ങൾ തന്നെയാണ് നിർത്തുന്നത്. പ്രകൃതി ദുരന്തം, അടിയന്തരമായി VIP യാത്ര, അതേപോലെ തന്നെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട കരൾ, ഹൃദയമാറ്റവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, ഈ പഴയ കാര്യങ്ങൾ തന്നെയാണ് DGP ഇപ്പോഴത്തെ ശുപാർശയിലും പറഞ്ഞത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മാവോയിസ്റ്റ് വേട്ട ഇല്ലാതായിരിക്കുന്നു. രാജ്യം മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ 2026 മാർച്ച് 31 അങ്ങനെ മാവോയിസ്റ്റ് വേട്ടയുടെ മറവിൽ എടുത്തിട്ടുള്ള ഈ ഹെലികോപ്റ്റർ എന്തിനാണ് ചാലക്കുടി
ചാരക്കുടിയിട്ട് 80 ലക്ഷം രൂപ നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് വെറുതെ തുരുമ്പിച്ചു പോകുന്ന ഈ ഹെലികോപ്റ്ററിന് വേണ്ടി കളയുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ധാർമ്മികമായിട്ടുള്ള മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നു. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ VD സതീശനടക്കം ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്, ഈ ഹെലികോപ്റ്റർ ഇടപാട് റദ്ദാക്കണമെന്നുള്ളതാണ്. ആ പ്രതിപക്ഷത്തിരുന്ന VD സതീശനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണെന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.